നിലമ്പൂരിൽ യുഡിഎഫിന് ഉജ്ജ്വലമായ വിജയം നൽകിയ നിലമ്പൂരിലെ ജനങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇനി പിണറായി വിജയൻ രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ നിലനിർത്തുമായിരുന്നുവെങ്കിൽ നിലമ്പൂരിലെ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2 തവണയും LDF വിജയിച്ച സീറ്റായിരുന്നു നിലമ്പൂർ. ആ നിലമ്പൂർ സീറ്റാണ് ആര്യാട് ഷൗക്കത്ത് UDFന് വേണ്ടി തിരിച്ചു പിടിച്ചിട്ടുള്ളത്. ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായൊരു കാര്യമാണ്. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായുള്ള അതിശക്തമായ ജനവികാരത്തിൻ്റെ കുത്തൊഴുക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇനിയും പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ലാതായിരിക്കുന്നു. ഇടതുമുന്നണി ഗവൺമെന്റ് കേവലം ഒരു കാവൽ മന്ത്രിസഭയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ പരിപൂർണമായി തിരസ്കരിച്ചിരിക്കുകയാണ്. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇത് സെമി ഫൈനലായിരുന്നു. ഈ സെമി ഫൈനലിൽ UDF വിജയിച്ചു. ഫൈനലിലേക്ക് ഞങ്ങൾ ഫൈനലിൽ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും മുഴുവൻ പ്രവർത്തകന്മാർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിജയം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വിജയമാണ്. ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ BJP ഒരു എടുക്കാച്ചരക്കാണ് എന്ന് കൂടി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. BJPക്ക് ഒരു സ്ഥാനവും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അൻവർ പിടിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 25,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ അന്തരീക്ഷമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. അൻവറിന് ലഭിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഗവൺമെന്റ് എത്രമാത്രം അൺപോപ്പുലർ ആണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ UDF കൂടി തീരുമാനിക്കേണ്ടതാണ്.